ഈ വിധത്തിൽ ഒരു സ്ത്രീയെ വളർത്തിയെടുക്കേണ്ടതായ ഉത്തരവാദിത്വം ഒരു കുടുംബത്തിലും ആ പെൺകുഞ്ഞ് ജനിക്കുന്നതായ കുടുംബത്തിലും സമൂഹത്തിലും നിക്ഷിപ്തമായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, പുരുഷന്മാർക്ക് ഈ വക ഉത്തരവാദിത്വമൊന്നുമില്ലേ? അവർക്കും അവരുടേതായ ഉത്തരവാദിത്വങ്ങളുണ്ട്. പക്ഷെ നമ്മളിവിടെ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ആ കാര്യം മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മളെ കൊണ്ട് നമ്മളെ ശാക്തീകരിക്കാനായി, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടാനായി നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ശിക്ഷണവും അതിന് ഉതകുന്നതായിരിക്കണം. ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ഒരു തിരിച്ചറിവുണ്ടാവണം, എങ്ങനെയുള്ള ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കൊരു കുടുംബജീവിതം ആഗ്രഹമുണ്ടോ, അതോ എന്നെ മുഴുവനായി തന്നെ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ട് ഒരു ജീവിതമാണോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വളരെ ചെറുപ്പ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ കാലയളവിൽ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് താല്പര്യമെങ്കിൽ അതിന് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ അതിനെ സമീപിച്ച് അതുമായി ഒത്തുചേർന്നുകൊണ്ട് നമുക്ക് അനുയോജ്യമായ ഒരു പാത തിരഞ്ഞെടുക്കാവുന്നതാണ്. അല്ല, എനിക്ക് എൻ്റെ കഴിവുകളും മറ്റും പ്രയോജനപ്പെടുത്തി ഒരു ഉന്നതമായ നിലയിലേക്ക് വളരുവാനാണ് എനിക്ക് ആഗ്രഹം. അത് എന്താ പറയുക, മാനേജ്മെൻറ്റ് ലെവലിലാകാം, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ആകാം, അത് ഏത് തന്നെ ആയാലും എനിക്ക് ദൈവദത്തമായി നൽകിയിട്ടുള്ള സ്കിൽസ്, ടാലൻസ്, ഐ വാണ്ട് ടു യൂസ് ദോസ് ആൻഡ് ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു ഹാവ് എ ഫാമിലി ലൈഫ്. അങ്ങനെ ഒരു തീരുമാനമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പാത സ്ത്രീകൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു പാതയിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെയും സപ്പോർട്ട് വളരെയധികം അത്യന്താപേക്ഷിതമായിട്ട് വരും. പിന്നീട് ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ട് നമ്മളെ തന്നെ നമ്മൾ പ്രാപ്തയാക്കി എടുക്കേണ്ടതായി വരും. കാരണം കുടുംബജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ മറ്റ് പല മനുഷ്യരും നമ്മളെ ആശ്രയിച്ചുകൊണ്ടായിരിക്കും പിന്നീട് നിലനിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്കും ചെറിയ രീതിയിൽ നമ്മുടെ കരിയർ മുന്നോട്ട് ഗ്രോ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ആഗ്രഹവും നമുക്കുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു മുന്നോട്ട് പോകുന്നതിനായിട്ടുള്ള ഒരു ജീവിതത്തിന് നമ്മളെ തന്നെ പ്രാപ്തയാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ചില അവസരങ്ങളിൽ നമുക്ക് ഒരു കുടുംബമാണ് നമുക്ക് പ്രാധാന്യമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഔദ്യോഗിക ജോലി തന്നെ ഉപേക്ഷിച്ച് നമ്മുടെ കുടുംബത്തെയോ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെയോ നോക്കേണ്ടതും സംരക്ഷിക്കേണ്ടതുമായ ഒരു അവസ്ഥ ഉണ്ടായേക്കാം. അത് നമ്മുടെ കഴിവുകളെ ആശ്രയിച്ചിരിക്കും. ഇപ്പം നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് സ്വയം മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ്, ഒരു സ്കിൽ നമുക്കുണ്ടെങ്കിൽ നമുക്കെല്ലാം കൂടെ ഒരേ സമയം ഒരേപോലെ മാനേജ് ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ അത് കഴിയുന്നില്ല. എന്നെക്കൊണ്ട് രണ്ടും, എൻ്റെ കരിയറും എൻ്റെ ഫാമിലിയും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകാൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊന്ന് ഉപേക്ഷിക്കേണ്ടതായി വന്നേക്കാം. അപ്പോൾ നമ്മൾ ഒരു ഒരു കുടുംബിനിയായിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായും നമ്മുടെ കരിയറായിരിക്കും കുറച്ച് സമയത്തേക്ക് നമ്മുടെ വീട്ടിലെ ആ പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് മാറ്റിവെക്കേണ്ടതായി വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു ധാരണ നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഉണ്ടായിരിക്കണം. അതല്ല, നമ്മൾ വളരെ കരിയർ ഓറിയൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അത് മാറി നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നൊരു ഉത്തമ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ജീവിത മാർഗം അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ സ്ത്രീ ശാക്തീകരണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് ഓരോ സ്ത്രീയിലും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഉണ്ടാക്കുന്നത്. ഒരു പ്രതിസന്ധി ജീവിതത്തിൽ നേരിടുമ്പോൾ ഒരു സ്ത്രീ അതിനെ നേരിടുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരു സ്ത്രീ നേരിടുന്നത്.
കാരണം രണ്ടുപേരിലും സ്വതസിദ്ധമായി ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളും ആഗ്രഹങ്ങളും വ്യത്യസ്തമാണ്. തൻ്റെ കുഞ്ഞിനെ അല്ലെങ്കിൽ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനായി അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ അവർക്ക് ലഭിക്കുന്നതിനായി ഒരു സ്ത്രീ തൻ്റെ ഔദ്യോഗിക ജോലി ഉപേക്ഷിക്കേണ്ടി വന്നാൽ അത് സ്ത്രീ ശാക്തീകരണമാണോ? അതല്ല, അങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവർ അത് വകവയ്ക്കാതെ ആ ജീവിതം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു. ആ കുടുംബ ബന്ധം തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് വേറൊരു മാർഗം അവർ തിരഞ്ഞെടുത്തു. തൻ്റെ കരിയറിന് മുൻതൂക്കം നൽകിക്കൊണ്ട് അവർ ആ പാതയിലേക്ക് സഞ്ചരിച്ചു. അത് സ്ത്രീ ശാക്തീകരണമാണോ? ഈ രണ്ട് മാർഗങ്ങളും സ്ത്രീ ശാക്തീകരണം തന്നെയാണ്. അത് രണ്ട് വ്യത്യസ്തമായ മാർഗങ്ങളാണ്. നമുക്ക് ഇതിൽ രണ്ട് പേരെയും ഇതിൽ യാതൊരു വിധത്തിലും കുറ്റം പറയുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു സ്ത്രീ തൻ്റെ കുടുംബജീവിതത്തിനാണ് പ്രാധാന്യം നൽകിയത്. മറ്റൊരു സ്ത്രീ തൻ്റെ കഴിവുകൾക്കും അതുപോലെ തന്നെ തൻ്റെ ഫ്യൂച്ചർ കരിയറിനുമാണ് പ്രാധാന്യം നൽകിയത്. അത് ഓരോരുത്തർക്കും നിക്ഷിപ്തമായിരിക്കുന്ന അവരുടെ ആഗ്രഹങ്ങളും അവരുടെ കഴിവുകളുമാണ് ഇതിനെ നിശ്ചയിക്കുന്നത്. അപ്പോൾ സ്ത്രീ ശാക്തീകരണം എന്നതുകൊണ്ട് നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥമായ തീരുമാനങ്ങൾ, നമുക്ക് ഉചിതമെന്ന് നമുക്ക് തോന്നുന്ന തീരുമാനങ്ങൾ, നമുക്ക് സന്തോഷം നൽകുന്ന തീരുമാനങ്ങൾ, നമ്മുടെ കുടുംബത്തിന് സന്തോഷം നൽകുന്നതായ തീരുമാനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൻ്റെ സന്തോഷം നൽകിക്കൊണ്ട് അവർക്കും സന്തോഷിക്കുവാനായിട്ടുള്ള ഒരവസരം ഉണ്ടാവുകയില്ല. കാരണം അവരുടെ ആഗ്രഹങ്ങൾ വേറൊരു രീതിയിലാണ് നിലകൊള്ളുന്നത്. അങ്ങനെയായ അവസ്ഥയിൽ അവർ വേറൊരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും. ഏതിരുന്നാൽ തന്നെ ധൈര്യത്തോടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടുന്നതിനാണ് സ്ത്രീ ശാക്തീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രതിസന്ധി വരുന്ന ഉടനെ തളർന്നു പോകാതെ, മയക്കുമരുന്നിനോ അതുപോലെയുള്ള ലഹരി വസ്തുക്കൾക്കോ അടിപ്പെടാതെ, തൻ്റെ ജീവിതത്തെ നശിപ്പിച്ച് കളയാതെ ധൈര്യപൂർവ്വം അതിനെ നേരിടുന്നതിനെയാണ് നമ്മൾ സ്ത്രീ ശാക്തീകരണം എന്ന് ഉദ്ദേശിക്കുന്നത്.